ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ ഒറ്റുകാരൻ യൂദാസിനോട് അമർഷം തോന്നുന്നില്ലേ? വെറും 30 വെള്ളിക്കാശിനു വേണ്ടി ഗുരുവിനെ ഒറ്റിക്കൊടുത്ത ആ ഗുരുത്വമില്ലാത്തവനെ ഓർത്ത്. അക്കാലത്തെ 30 വെള്ളിക്കാശിന് ഇന്ന് എത്ര മൂല്യമുണ്ടെന്നറിയാമോ? പഠനങ്ങൾ പ്രകാരം അതിൻ്റെ സാധ്യമായ പരമാവധി മൂല്യം 441 അമേരിക്കൻ ഡോളറാണ്. ഇന്ന് രാവിലത്തെ കണക്ക് പ്രകാരം 38,491 രൂപ. അയ്യേ, നാണക്കേട്. ഞാൻ ഓർത്തു ഒരു 10 ലക്ഷമെങ്കിലും നമ്മുടെ യുവദാസ് മോൻ വാങ്ങി കാണുമെന്ന്. നോക്കൂ, ഒരു കന്നുകാലിയെ വെട്ടാൻ കൊടുത്താൽ പോലും അതിലും കാശ് കിട്ടും. എന്നാലും എൻ്റെ യുവദാസേ, പിന്നെ നിങ്ങൾ എന്തിനീ പണിക്ക് പോയി? പ്രിയമുള്ളവരെ, യൂദാസും ആ 30 വെള്ളിക്കാശും നാം ചുറ്റിലും കാണുന്ന ചില നിലപാടുകളുടെ പ്രതീകങ്ങളാണ്. പണത്തിന്, 4 നോട്ടുകെട്ടുകളുടെ പുത്തൻ മണത്തിന് മാത്രം ജീവിതത്തിൽ വില നൽകുന്നവൻ്റെ രക്തബന്ധവും സ്നേഹവും സൗഹൃദവും പ്രണയവുമെല്ലാം കാര്യലാഭത്തിനു വേണ്ടി മാത്രം കാണുന്നവൻ്റെ, സ്വന്തമായി നിലപാടുകളൊന്നും ഇല്ലാത്തവൻ്റെ, വന്ന വഴികളും ഊട്ടിയ കരങ്ങളും വീഴാതെ നിർത്തിയ തോളുകളും സൗകര്യപൂർവ്വം മറന്നവൻ്റെ, ആരോടും യാതൊരു കടപ്പാടോ ആത്മാർത്ഥതയോ ഇല്ലാതെ സ്വന്തം സുഖം മാത്രം തേടി അലയുന്നവൻ്റെ ആ 30 വെള്ളിക്കാശ് ചരിത്രത്തിൽ എന്നും ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ആരുടെയൊക്കെയോ ജീവിതം ഛിന്നഭിന്നമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. വ്യക്തികളുടെ, കുടുംബങ്ങളുടെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കളങ്കമില്ലാതെ സ്നേഹിച്ചും കണക്ക് പറയാതെ അധ്വാനിച്ചും ജീവിക്കുന്ന ഒരാളാണ് നീ എങ്കിൽ, അപ്പാട് നിന്നെ നശിപ്പിച്ചു കളയുന്ന ഒരു സ്നേഹചുംബനം നിന്റെ പിറകെയുണ്ട് എന്ന് നീ മറക്കരുത്. അത് ഒരുപക്ഷെ നിന്റെ കൂടപ്പിറപ്പാകാം, സുഹൃത്താകാം, അധികാരിയാകാം, വഴിപോക്കനുമാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. 30 വെള്ളിക്കാശിൻ്റെ പ്രലോഭനങ്ങളിൽ എന്നെ വീഴ്ത്തരുതേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പതിയിരിക്കുന്ന അപകടങ്ങളെ തിരിച്ചറിയുവാനുള്ള ഉൾവെളിച്ചം ദൈവമേ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദിവസം ആശംസിക്കുന്നു. നല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.